മോർണിംഗ്. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മളെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് നമുക്ക് ചേഞ്ച് വരികയാണെങ്കിൽ, അതായത് നമ്മളൊരു ഓഫീസ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറുകയാണെങ്കിൽ നമ്മളെ GSTയിൽ ആ പ്രിൻസിപ്പൽ പ്ലേസ് നമുക്ക് എങ്ങനെ ചേഞ്ച് വരുത്താം, അതായത് നമുക്കത് എങ്ങനെ അമെൻഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി അതായത് നമ്മളെ ഓഫീസ് നമ്മളെ റെൻ്റലാണെങ്കിൽ നമുക്കതിൻ്റെ റെൻ്റ് എഗ്രിമെൻറ്റും പിന്നെ കൂടാതെ തന്നെ പ്രോപ്പർട്ടി ടാക്സ് റെസീറ്റ്, അതായത് ആ ബിൽഡിംഗ് ടാക്സ് അടച്ച റെസീറ്റും വേണം. ഇൻ കേസ് അത് ഒരു കൺസെൻ്റാണ്, അതായത് നിങ്ങളെ ഫാദറിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ മദറിൻ്റെ പേരിലാണെങ്കിൽ കൺസെൻറ്റ് ലെറ്ററും പിന്നെ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് റെസീറ്റും വേണം. ആ ബിൽഡിംഗ് നിങ്ങളെ ബിസിനസ്സിന് വേണ്ടിയിട്ട് വിട്ടു തരുന്നു എന്നുള്ളതിൻ്റെ കൺസെൻറ്റ് ലെറ്ററും അതുപോലെ ആ ബിൽഡിങ്ങിൻ്റെ പ്രോപ്പർട്ടി ടാക്സ് റെസീറ്റും വേണം, അതായത് ഇൻ കേസ് ഇത് കൺസെൻ്റ് ആണെങ്കിൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കൺസെൻറ്റ് ലെറ്ററോ അല്ലെങ്കിൽ റെൻ്റ് എഗ്രിമെൻറ്റോ വെച്ചിട്ട് ഇനി സ്വന്തം പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റോ കൂടാതെ തന്നെ പ്രോപ്പർട്ടി ടാക്സ് റെസീറ്റ്. അപ്പോൾ പ്രോപ്പർട്ടി ടാക്സ് റെസീറ്റ് നിർബന്ധമായിട്ട് വേണം നിങ്ങൾക്ക് എന്തായാലും. അപ്പോൾ അത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇത് അമെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അമെൻഡ് ചെയ്യേണ്ട എങ്ങനെ നോക്കാം. ആദ്യം നമ്മൾ GSTയുടെ സൈറ്റിൽ വന്നിട്ട് നമ്മളെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഇവിടെ സർവീസ് കാണാം, നിങ്ങൾക്ക് ഡാഷ്ബോർഡിൻ്റെ അപ്പുറത്ത് കാണാം, നിങ്ങൾക്ക് സർവീസ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കാണാം അമെൻമെൻറ്റ് ഓഫ് കോർ ഫീൽഡ്, അതായത് അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ കോർ ഫീൽഡ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ കോർ ഫീൽഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അതിൽ പ്രൊമോട്ടർ ഡീറ്റെയിൽ അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് ഡീറ്റെയിൽ ഒക്കെ അവിടെ കാണാം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അതായത് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് നമ്പർ അതുപോലെ തന്നെ നമ്മളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു അതായത് ബിൽഡിംഗ് നമ്പറാണ് നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത്. അതായത് നമ്മൾ പുതിയ ഓഫീസ് ആയതുകൊണ്ട് നമുക്ക് പുതിയ ബിൽഡിംഗ് നമ്പർ അതുപോലെ തന്നെ അതിൻ്റെ പുതിയ റെൻ്റ് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിത് താഴോട്ട് വരണം. നമ്മൾ താഴെ വന്നാലേ നമുക്ക് അതിൻ്റെ എഡിറ്റ് ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ നേരെ നമ്മൾ താഴോട്ട് വരിക. അപ്പോൾ നമുക്ക് താഴെ കാണാം നമ്മളെ പ്രോപ്പർട്ടി ടാക്സ് റെസീറ്റും റെൻ്റ് എഗ്രിമെൻറ്റൊക്കെ പഴയത്. അപ്പോൾ അതിന് ബാക്കിൻ്റെ അപ്പുറത്ത് കാണാം നമുക്ക് എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പഴയ ബിൽഡിംഗ് നമ്പർ ചേഞ്ച് വരുത്താനൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കോളം നമുക്ക് ആക്റ്റീവ് ആയിട്ടുണ്ടാവും. അവിടെ നമ്മളെ പുതിയ ബിൽഡിംഗ് നമ്പറും അതുപോലെ അഡ്രസ്സും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളവിടെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അതുപോലെ അങ്ങനെ നിങ്ങളെ ബിൽഡിംഗ് നമ്പർ അതുപോലെ സ്ട്രീറ്റ് ഏതാണ് അതുപോലെ വില്ലേജ് ഏതാണ് അതുപോലെ ഡിസ്ട്രിക്റ്റ് ഏതാണ് പിൻകോഡ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ട് അപ്പോൾ ആ ഒരു റെൻ്റ് എഗ്രിമെൻറ്റും അതുപോലെ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ടാക്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അത് നമുക്ക് താഴെ വന്നിട്ട് ഡിലീറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളത് എൻ്റർ ചെയ്യുക ആദ്യം. ഓക്കെ. അപ്പോൾ നമ്മളവിടെ ബിൽഡിംഗ് നമ്പർ അതുപോലെ തന്നെ നെയിം ഓഫ് ദ പ്രിമിസസ് അതുപോലെ തന്നെ സ്ട്രീറ്റും അതുപോലെ വില്ലേജും അതുപോലെ ഡിസ്ട്രിക്റ്റും അതുപോലെ പിൻകോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ വന്നിട്ട് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റായ റെൻ്റ് എഗ്രിമെൻറ്റും പ്രോപ്പർട്ടി ടാക്സും നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ താഴോട്ട് വരിക. താഴെ വന്നതിന് ശേഷം നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് അതേപോലെ റെൻ്റ് എഗ്രിമെൻറ്റൊക്കെ പഴയതാണ്. അപ്പോൾ നമ്മളത് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പ്രോപ്പർട്ടി ടാക്സ് ആദ്യം ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ ആർ യു ഷുവർ വാണ്ട് ടു കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് ഡിലീറ്റ് ചെയ്തു. ഇനി റെൻ്റ് എഗ്രിമെൻറ്റും ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ വീണ്ടും റെൻറ്റഡ് ആണ്, നമ്മൾ റെൻറ്റഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റെൻറ്റഡ് സെലക്ട് ചെയ്യുക, റെൻ്റ് എഗ്രിമെൻറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പുതിയത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഡെസ്ക് ടോപ്പിൽ ഒരു ഫോൾഡർ സേവ് ചെയ്തിട്ടുണ്ട്. ആ റെൻ്റ് എഗ്രിമെൻറ്റ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ വീണ്ടും ഇനി പ്രോപ്പർട്ടി ടാക്സ് സെലക്ട് ചെയ്യണം. കാരണം നമ്മൾ റെൻ്റ് എഗ്രിമെൻറ്റ് നമ്മൾ പുതിയത് അപ്ലോഡ് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് സെലക്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി റെൻ്റ് എഗ്രിമെൻറ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇനി പ്രോപ്പർട്ടി ടാക്സ് ആണ് വേണ്ടത്. പ്രോപ്പർട്ടി ടാക്സ് റെസീറ്റ് സെലക്ട് ചെയ്യുക. വീണ്ടും നമ്മൾ ചൂസ് ഫയൽ അപ്പോൾ നമ്മൾ ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രോപ്പർട്ടി ടാക്സ് ആ ഫോൾഡർ തന്നെ ഉണ്ട്, നമുക്കത് അപ്ലോഡ് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ റെൻ്റ് എഗ്രിമെൻറ്റും പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ടാക്സ് റെസീറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീറ്റെയിൽ ബിസിനസ് നമ്മുടെ നാച്ചുറൽ ബിസിനസ് നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. പിന്നെ അതുപോലെ നമ്മൾ റീസൺ എന്താണ്, നമ്മൾ അത് അമെൻഡ് ചെയ്യാനുള്ള റീസൺ എന്താണ്, ഇപ്പോൾ നമ്മൾ ഓഫീസ് ബിൽഡിംഗ് മാറിയത് കൊണ്ടാണെന്നുള്ളതെങ്കിൽ അതവിടെ ടൈപ്പ് ചെയ്യുക. അതുപോലെ ഡേറ്റ് ഓഫ് അമെൻഡ്മെൻറ്റ് ഡേറ്റ് നിങ്ങൾ എന്നാണോ അമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ആ ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് താഴെ വരിക. അപ്പോൾ നമ്മൾ റീസണും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് അമെൻഡ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സേവ് ചെയ്യണം. സേവ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ വെരിഫിക്കേഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. കാരണം അപ്പോൾ വെരിഫിക്കേഷനിൽ വന്നിട്ട് നിങ്ങൾ ആ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊപ്പറേറ്റർ സെലക്ട് ചെയ്യുക. പ്രൊപ്പറേറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലേസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക.
പ്ലേസ് സെൻറ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ സബ്മിറ്റ് വിത്ത് EVC ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് DSC വെച്ചിട്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക, അതേപോലെ തന്നെ EVC വെച്ചും ഫയൽ ചെയ്യുക. നമ്മളോട് EVC വെച്ചിട്ടാണ് ഫയൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ EVCയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു OTP വന്നിട്ടുണ്ടാവും നമ്മളെ മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇമെയിൽ IDക്കോ. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുക, നമ്മൾ ഫയൽ ചെയ്യുക. ഇതോടുകൂടി നമ്മളെ GST എന്ത് ചെയ്യുക, നമ്മുടെ അതായത് അമെൻമെൻറ്റ് ഓഫ് ബിസിനസ്സിൻ്റെ ആ ഡീറ്റെയിൽ നമുക്ക് അമെൻഡ് ഒരു 2 ഡേയ്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ 1 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്രൂവൽ ആവും. നമ്മളെ റെൻറ്റ് എഗ്രിമെൻറ്റും അതുപോലെ പ്രോപ്പർട്ടി ടാക്സും കറക്റ്റ് മാച്ച് ആണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ഇല്ലാതെ ഒരു 2 ഡേയ്സിനുള്ളിൽ അപ്രൂവൽ ആവും, ഓട്ടോമാറ്റിക് അപ്രൂവൽ ആവും അത്. അപ്പോൾ നമുക്ക് OTPക്ക് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ OTP വെച്ച് ഫയൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ സക്സസ് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബിസിനസ് പ്ലേസ് നമ്മൾ എന്ത് ചെയ്യുക ചേഞ്ച് വരുത്തുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ബിസിനസ് പ്ലേസ് ചേഞ്ച് വരുത്തേണ്ട കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.